ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനി വിശേഷത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വർഷത്തെ അതായത് 2026 ആദ്യത്തെ റിവ്യൂ വീഡിയോ ആണ്. സോ റിയൽ ആയിട്ട് ജനനായകൻ ആവേണ്ടിയിരുന്നു ആദ്യത്തെ റിവ്യൂ. പക്ഷേ സിനിമ റിലീസ് ഒന്നും ചെയ്തില്ല. പിന്നെ എന്താ ഇഷ്യൂ ഒന്നും അറിയില്ല. പക്ഷെ അതൊക്കെ ഇരിക്കട്ടെ. സിനിമ വന്നപ്പോൾ കണ്ടിട്ട് റിവ്യൂ പറയാം. സോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചത്താപച്ച, അതായത് നമ്മുടെ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വൈശാഖ് നായർ, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു കിടിലൻ ആക്ഷൻ കോമഡി സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്വിത് നായരാണ്. പിന്നെ പുള്ളി തന്നെയാണ് സ്റ്റോറി. സോ സിനിമയ്ക്ക് സ്കോർസ് ഒക്കെ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. സോ സിനിമയെ കുറിച്ചിട്ട് പറയണം, ഒരു രക്ഷയില്ലാത്ത ത്രില്ലടിച്ച് നല്ല ഗ്രിപ്പിംഗ് എഴുതിട്ട് പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചത്താപ്പച്ച. അതായത് ഫ്രം ദി ബിഗിനിങ് സിനിമയുടെ ഒരു കോമഡി ആയാലും ഹ്യൂമർ സെൻസ് ആയാലും ഇതൊക്കെ കിടിലനായിട്ട് പോകുന്നുണ്ട്. ആക്ഷൻ മെയിൻലി ഈ സിനിമ ഒരു സ്റ്റോറിയുടെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല, പക്ഷെ സ്റ്റോറി ഒന്നുമില്ല. പക്ഷെ സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റേ തല്ലുമാല കണ്ടിട്ട് അതിന് ശേഷം ഒരു കിടിലൻ സിനിമ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി സിനിമയാണിത്. ചത്താപച്ച കിടിലൻ. തല്ലുമാലയ്ക്ക് ശേഷം ഒരു കിടിലൻ അടി വേണമെന്ന് പറയാം ഈ സിനിമയിൽ. ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ ഒക്കെ, അതായത് മറ്റേ WWE ഒരു നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും ചില ക്യാരക്ടർ എൻട്രി ആയാലും ആ ഒരു റിംഗിലേക്ക് വരുന്ന ക്യാരക്ടർ ഇവരോടൊക്കെ എൻട്രി ആയാലും ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത കിടിലനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ നെയിംസ് കൂട്ടി കൊടുത്തിരിക്കുന്നത് അത് ഒരു രക്ഷയില്ല. പിന്നെ സിനിമയുടെ മെയിൻലി ആയിട്ട് പറയുന്നത് സിനിമാറ്റോഗ്രാഫി, സ്ക്രീൻ പ്ലേ ഒക്കെ ഒരു രക്ഷ കിടിലനായിട്ടുണ്ടായി. അതായത് ആ ലൈറ്റിങ് ആയാലും ഈച്ച് ആൻഡ് എവറിത്തിങ് സിനിമ പോകുന്ന രീതി ആയാലും ഇതൊക്കെ സൂപ്പർ ആയിട്ട് നന്നായിട്ട് വർക്കായി സിനിമ. പിന്നെ സിനിമയിൽ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർജുൻ അശോകന്റെ പെർഫോമൻസ് ആണ്. പുള്ളി സാവിയായിട്ട് ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്, അത് സൂപ്പർ ആയിട്ടുണ്ടായിന്. പിന്നെ ആ കൊച്ചുകുട്ടിയായാലും റോസമ്മ അത് നല്ലതായിട്ടുണ്ടായിന്. പിന്നെ പറയുന്നത് വൈശാഖ് നായർ. വൈശാഖ് നായർ പുള്ളിയുടെ പെർഫോമൻസ്, ഓ മാൻ, പുള്ളിയുടെ ആ സ്വാഗ് ഓറ കീപ്പ് ചെയ്യുന്നത് ഒരു രക്ഷയില്ല. പുള്ളിയുടെ എൻട്രി ഒക്കെ ആയാലും പുള്ളി നെക്സ്റ്റ് ലെവൽ കിടക്കിയിട്ടുണ്ട് സിനിമയിൽ. പിന്നെ പറയുകയാണെങ്കിൽ മറ്റേ റോഷൻ മാത്യു ആയാലും, റോഷൻ മാത്യുവിന്റെ പെർഫോമൻസ്, റോഷൻ മാത്യു പറഞ്ഞത് സെക്കൻഡ് ഹാഫിലാണ്. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അയാൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സിദ്ദിഖൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ചിലരൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ പറയുകയാണെങ്കിൽ സിനിമയുടെ സ്കോർസ് ഒക്കെ ചെയ്തിട്ട് മുജീബ് മജീദാണ്. പുള്ളി ഒരു രക്ഷയില്ല, കിട്ടിയിട്ടുണ്ട് സ്കോർസ് ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് സ്കോർസ് ഒക്കെ. പിന്നെ പറയണമെങ്കിൽ സിനിമയിൽ ആക്ഷൻ ആണ്, അതായത് സ്റ്റോറിയുടെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. ഈ സിനിമയിൽ ത്രൂ ഔട്ട് ആക്ഷൻ ആണ്. ത്രൂ ഔട്ട് പറഞ്ഞാൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ആക്ഷൻ ആണ് മെയിൻലി സിനിമയിൽ. ആക്ഷൻ പ്ലസ് കോമഡി, ആ ഒരു ആക്ഷനിലൂടെ കോമഡി ചെയ്യുന്ന അതൊക്കെ നെക്സ്റ്റ് ലെവലാണ്. അത് കിഡിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതായത് ഒരു ആക്ഷൻ ഒക്കെ ഈ ലെവലിൽ ക്യാമറ വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിന്. ഒരു കിടുക്കാച്ചി പടം വേണം പറയാം. അത്രയൊക്കെ നല്ലൊരു ഗ്രിപ്പ് ചെയ്തിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഈ സിനിമ നിങ്ങൾക്ക് ഒറ്റക്കായിട്ട് പോയിട്ട് കണ്ടാൽ ഒരു പ്രയോജനമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് പോയിട്ട് കണ്ടാൽ ഒരു വൈബ് ഉണ്ടാവും. അതായത് ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ കണ്ടാൽ പിന്നെ വൈബാണ് ഈ സിനിമ. അത്രയ്ക്ക് ഒരു കിടുക്കാച്ചി സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ ഒരു മെഗാസ്റ്റാർ എൻട്രി ഉണ്ട്, അതായത് മമ്മൂക്കയുടേത്. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി പുള്ളിയുടെ എൻട്രി. പുള്ളിയുടെ ഏജിൽ നന്നായിട്ട് തന്നെ ആ എൻട്രി. വാൾട്ടർ നന്നായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ എൻട്രി. ഇങ്ങനെ ബാലൻസ് ആയിട്ട് ഇഷ്ടപ്പെട്ട പോലെ തോന്നിയുണ്ട് എനിക്ക് ആ എൻട്രി. പക്ഷെ ക്ലൈമാക്സ് കൂടിയാണ്. ഒരു ക്ലൈമാക്സ് മറ്റേ ആ ഫൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല. അതിൽ ഇന്റർവൽ കൂടി അടിപൊളിയായിട്ടുണ്ട്. ഇന്റർവെല്ലിൽ മറ്റേ ഇവർ ആദ്യത്തെ ഫൈറ്റ് തുടങ്ങുന്ന ആ സീൻ കൂടി കിടിലനായിട്ടുണ്ട്. ഒരു ഒരു നാടൻ WWE കണ്ട പോലെ തോന്നിയോണ്ട് തന്നെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. പറയണ എത്ര പേർക്ക് തല്ലുമാല സിനിമ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ 100% ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഒരു വൈബ് എടുത്തിട്ട് പോകുന്ന കിടിലൻ ആക്ഷൻ സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഈ സിനിമ കാണാത്തവരാണോ പോയിട്ട് കണ്ടോളി. തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യേണ്ട ഒരു കിടിലൻ സിനിമയാണ് ചത്താപച്ച. സോ സിനിമ കാണാത്തവരാണോ പോയിട്ട് കണ്ടോളി. അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.